കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതേക്കുണ്ടെങ്കിൽ രേണുവിനെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അതിൽ മെയിനായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ നീ എന്തിനാ ഇങ്ങനത്തുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രേണു ഉണ്ടെങ്കിൽ പാട്ടിട്ട് ഡാൻസ് കളിക്കുന്ന അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഓരോരോ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഒരുപാട് പേര് രംഗത്തുനിന്ന് നിനക്ക് അസുഖമില്ല, നീ എന്തിനാ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴാണ് അവർക്ക് എന്തൊന്നും ബോധമില്ല എന്നുള്ള രീതിയിൽ. ഇപ്പോൾ പാട്ട് കേൾക്കുന്നതിനൊക്കെ എന്തോ കുഴപ്പമില്ല, ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു അസുഖം വരുമ്പോൾ ഭയങ്കരമായിട്ട് പാനിക് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് വിഷമിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതൊരു ശരീരത്തിന് നല്ലൊരു പരിപാടിയല്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിൽ സന്തോഷമായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. നമ്മളെ കൂടെ ഉള്ളവരും അതോടെ തന്നെ നമ്മളുണ്ടെങ്കിൽ മാക്സിമം സന്തോഷമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിന് വേണ്ടിയാണ് ഈ പാട്ട് കേൾക്കുന്ന ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ എങ്ങനെയാണ് ശരിയാവുന്നത്, നിനക്ക് അസുഖമില്ലേ, അസുഖമായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ സന്തോഷിക്കാൻ പാടില്ല, വിഷമിച്ചിരിക്കണം എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റിലാണ് ഒരുപാടെണ്ണം സംസാരിക്കുന്നത്. ഇങ്ങനത്തുള്ള ഒരുപാട് പേര് നമുക്ക് രംഗത്തുണ്ട്. എന്തായിരുന്നാലും ശരി, ഇതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണു വന്നിട്ടുണ്ടായിരുന്നു. തനിക്കുണ്ടെങ്കിൽ തൻ്റെ ഇഷ്ടപ്രകാരമാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, ബാക്കിയുള്ളവരുണ്ടെങ്കിൽ എൻ്റെ തലയിടേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.